തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തെക്കൻ കേരളത്തിലെ 7 ജില്ലകളിലും ഉച്ചവരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളിൽ 50-നോടടുക്കുകയാണ് പോളിംഗ്. മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയുമുണ്ട്. 24 റിപ്പോർട്ടിംഗ് സംഘം വിവിധ ബൂത്തുകളിൽ നിന്ന് തത്സമയം ചേരുകയാണ്. MG പ്രതീഷ്, വിപിൻ സി വിജയൻ, R അരുൺരാജ്, അശ്വിൻ പാലാഴി, ഷിജോ കുര്യൻ, ടോബി ജോൺസൺ, രാഹുൽ വിജയൻ, അങ്ങനെ നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരും തത്സമയം വിശദാംശങ്ങൾ നൽകാൻ വിവിധ ഇടങ്ങളിൽ നിന്നുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, തിരുവനന്തപുരത്ത് ആണ് ഇപ്പോൾ വരുന്ന കണക്കുകളിൽ കുറവ് പോളിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെയുള്ള വികാരം എങ്ങനെയാണ്? ഒട്ടേറെ പ്രമുഖർ പലയിടങ്ങളിലായി വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. വിശദാംശങ്ങൾ. അനുജ, സ്ഥാനാർത്ഥികളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് പോളിംഗ് ശതമാനം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ തന്നെ വലിയ തിരക്കാണ് പല ബൂത്തുകളിലും അനുഭവപ്പെട്ടത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല ഒഴികെയുള്ള മറ്റ് 6 ജില്ലകളിലും പോളിംഗ് ശതമാനം 50 കടന്നു എന്നതാണ് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് മാത്രമാണ് ഇപ്പോൾ 47.98% പോളിംഗായി ഉള്ളത്. ഒപ്പം കൊല്ലം ജില്ലയിൽ 51.84% ഇപ്പോൾ പോളിംഗായി പറയുന്നത്. ഒപ്പം പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് ശതമാനം 50.42 ആലപ്പുഴ ജില്ലയിലാണ് പോളിംഗ് ശതമാനം കൂടുതൽ, 54.01 ആലപ്പുഴയിൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. കോട്ടയം ജില്ലയിൽ 52%, ഇടുക്കിയിൽ 50% പോളിംഗ് കടന്നിട്ടുണ്ട്. ഒപ്പം എറണാകുളം ജില്ലയിലും 54% മുകളിലാണ് പോളിംഗ് ഉള്ളത്. ആകെ 7 ജില്ലകളിലും ഇപ്പോൾ 50% മുകളിൽ പോളിംഗ് ആയിട്ടുണ്ട്. 2 മണിവരെയുള്ള കണക്കാണ് ഇത്. കൂടുതൽ വോട്ടർമാർ ഇപ്പോഴും ഈ ബൂത്തുകളിൽ ഉണ്ട്. ഈ ഒരു സമയത്തും ഈ ബൂത്തുകൾ ഒഴിഞ്ഞ ഒരു സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായിരുന്നില്ല. കൂടുതൽ ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഈ ബൂത്തുകളിലേക്ക് എത്തുന്നു എന്നതാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കാണുന്ന കാഴ്ചകൾ. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ്. പരമാവധി വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ ഈ അവസാന മണിക്കൂറുകളിലും ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത്. ഒപ്പം തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ VIP ആളുകളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഈ സിനിമാ താരങ്ങളും അടക്കം വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. പലരും വലിയ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യം, ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഈ വികസന നേട്ടം ഉയർത്തിക്കാട്ടിയാണ് ഇടത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ പ്രചരണ രംഗത്തും ഒപ്പം ഈ ജനവിധി തേടുന്ന ഈ ദിവസവും ഉള്ളത്. സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ തന്നെ അത് വോട്ടായി മാറും, ജനവിധി തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് ഇടതുപക്ഷം ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്നും അത് ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അനുകൂലമായി മാറുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഇന്ന് ഈ ഒരു പ്രതികരണമായി തന്നെ പങ്കുവച്ചത്. ഇതിനെല്ലാത്തിനും അപ്പുറം ഈ സർക്കാരിനെതിരെ ഉയർന്ന വിവാദങ്ങൾ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ സർക്കാരിന് തിരിച്ചടിയാകും. വലിയ ഒരു അട്ടിമറി ജയത്തോടു കൂടി BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതികരണമാണ് BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രചാരണം കൊണ്ടുപിടിച്ച ഒരു ആവേശമാണ് പലയിടങ്ങളിലും ഉള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചും വലിയ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ്. അവിടെ വലിയ പോളിംഗ്, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പോളിംഗ് ഉൾപ്പെടെ 50% അടുക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വലിയ വിജയപ്രതീക്ഷയിലാണ് ഇപ്പോഴും മുന്നണികൾ ഉള്ളത്. ഇന്ന് നേരത്തെ 75.78% കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയിരുന്ന പോളിംഗ്. നിലവിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ പോളിംഗിനുമപ്പുറം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനും അപ്പുറം പോളിംഗ് ശതമാനം ഉയരും എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കൃത്യമായ കണക്കുകൂട്ടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ അവസാന വോട്ടം ഇപ്പോൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള തത്രപ്പാടിലും പരിശ്രമത്തിലും സ്ഥാനാർത്ഥികൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളും പരിശ്രമങ്ങളുമാണ് പലയിടങ്ങളിലും പല ബൂത്തുകൾ സമീപവും നമുക്ക് കാണാൻ കഴിയുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.